ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതെന്റെ റോക്കി ബേബി. റോക്കി ബേബി ഗുഡ് മോർണിംഗ് പറ. നോക്കിട്ടാ ഗുഡ് മോർണിംഗ് പറ പറ ഗുഡ് മോർണിംഗ്. ഇത് നമ്മളെ കൂടെ നേരത്തെ എഴുന്നേക്കൂട്ടാ. നമ്മളെപ്പോ എഴുന്നേക്കുന്നു അപ്പോൾ പിന്നെ നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല. ഇതാ ഈ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അപ്പൊ ഞാൻ അടുക്കളയിൽ വന്നപ്പോ എന്റെ പിന്നാറ് അടുക്കളയിൽ വന്നിരിക്കാൻ. ഗുഡ് മോർണിംഗ് പറ പോന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇനി നേരെ അടുക്കളയില് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരെ എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ഒരു ചായ ഞാൻ കുടിക്കാറില്ല. എൻ്റെ ഭർത്താവിന് ചായ ഇട്ട് കൊടുത്ത് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. അത് കാണിച്ചത് നേരെ അടുക്കിലേക്ക്. ഇന്ന് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് കറി, പിന്നെ ഈ ബീൻസും ക്യാരറ്റും കൂടി ചേർന്നിട്ട് ഒരു ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ച്. പിന്നെ രാവിലെ ഞങ്ങൾ എപ്പോഴും മുട്ട കഴിക്കും. അതൊന്ന് മുട്ട അവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് പിന്നെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് അവിടെ സിസ്റ്റത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണിച്ചത്. പിന്നെ അവിടെ എൻ്റെ ഭർത്താവ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ റോക്കി കുട്ടി കിടക്കണുണ്ട. റോക്കി കുട്ടി എപ്പോഴും അങ്ങനെ തന്നെ കേട്ടാ. എൻ്റെ ഭർത്താവ് എവിടെ ഉണ്ടോ അവിടെ ചുറ്റിപ്പറ്റി എന്നെ അവൻ എപ്പോഴും നിൽക്കും. ബാത്റൂം പൊളിച്ചിട്ട് ബാത്റൂമിൻ്റെ കഥവിൻ്റെ അവിടെ അവൻ കിടന്നിരിക്കും. അവർ രണ്ടുപേരും അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റാണ്. ഇനി 2 മക്കളും കൂടി ഇന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചത്. നേരെ ആയിട്ടൊക്കെ ഒരു വാർപ്പിൻ്റെ മുകളിലാണ് എപ്പോഴും പോയിരിക്കുക. നേരെ നമ്മൾ തുറന്നു വിട്ടും ടോക്കീൻ്റെ പോലെ ഒന്നല്ല. ഇത് റോമിക്കുട്ടനാണ്. പിന്നെ ഇത് എൻ്റെ റേംബോ ബേബി. ഏറ്റവും ഇളയ ഇവനാണ്. ഇത് ഏറ്റവും മൂത്തവന് ഇവനിക്ക് എന്നോടാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് കേട്ടോ. റോമിയോ ബേബി, റോമിയോ മുടിയാ, എൻ്റെ മുടി തന്നെ ഇവിടെ. ആരുമാ മക്കളെ ഫ്രണ്ട്സ് എല്ലാവരും വന്നില്ല. ഇവിടെ പുതിയ ഇവിടെ സ്ഥലം വിൽക്കാൻ പോവാണ് കേട്ടോ. അതിനു വേണ്ടി റോഡിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ദൂരത്ത് നോക്കിയാൽ 2 പേരെ കാണാം. കണ്ട ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് ഞാൻ ഫുഡ് കൊടുക്കണമെന്ന് മണിയനാണ്. ഇപ്പം നേരം വെളുത്ത് തുടങ്ങണേന്നേ ഉള്ളൂ. ഒക്കെ കണ്ടാകുമ്പോഴേ അറിയാതാ സൂര്യ ഉദിച്ച് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇനി ഞാൻ നേരെ പോയിട്ട് മിറ്റടിച്ച് വരണം. പിന്നെ അവിടെ ഫ്രണ്ടിൽ വെള്ളമൊക്കെ ഒന്ന് തളിക്കണം. രാവിലെ അഴിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയാതെ 2 പേരും നടക്കട്ടെ. റോക്കി ബേബി ഇതാ എൻ്റെ റോക്കി വിട്ട എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. നോക്കിട്ടാ ഇതുമാ എന്ത് കേട്ടാ. ഒരു അണ്ണൻകുട്ടി പോയപ്പോഴേ പിടിക്കാനും ഓടിയതാണ് എല്ലാം കൂടി ചേർന്നിട്ട്. മോനെ ഇങ്ങോട്ട് വാ, റോക്കി ബേബി വാ. 3 കണ്ടത്ര സ്നേഹാന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. 3 ഇടയ്ക്കുണ്ടാവും ചില സമയത്തൊരു വഴക്ക് കൂടാനേ, പിടിക്കാനേ പറ്റില്ല. അപ്പോൾ ഒരാഴ്ച മുന്നേ വഴക്ക് കൂടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കാലിലെല്ലാം കടിച്ചു വെച്ചിരിക്കുകയാണിതാ മുടിയൻ പായൽ. ഇഞ്ചക്ഷനെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്കെല്ലാം പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇഞ്ചക്ഷന് കാര്യങ്ങളും എല്ലാം നമ്മൾ മുടങ്ങാതെ അടിക്കും കേട്ടോ. നമ്മൾ മക്കളെ പോലെ കാണുന്നവരാണ്. അല്ലാതെ ചുമ്മാ ഒരു വളർത്തി വെളിയിൽ എറിയാനുള്ളതൊന്നുമല്ല. എല്ലാം 3 പേര് നമ്മൾ
ഇഞ്ചക്ഷൻ അടിക്കും. ഡോക്ടറെ കാണിക്കാന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കാറുണ്ട്. എല്ലാം നമ്മൾ നോക്കി ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നേരെ എനിക്ക് കുറച്ച് ജോലികളുണ്ട് ഇവിടുത്തെ. വിറ്റടിച്ച് വരാനുണ്ടേ. അപ്പോൾ ഞാൻ വിറ്റടിച്ച് വന്നിട്ട് ഉരുളക്കിഴങ്ങ് കറിയുടെ അടുപ്പത്ത് ഞാൻ റെഡി ചെയ്തിരിക്കുന്നു. പിന്നെ അതിനുള്ള തേങ്ങ വറുക്കണല്ലോ. വറുത്തരച്ച് കറിക്കാന്നൊക്കെ പറഞ്ഞത് അത് വറുത്തോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചാളമീൻ കൊണ്ടുവന്നിട്ടാ. ഇനിയിപ്പോൾ അത് നമ്മൾ കഴുകണം. ചോറിവിടെ റെഡിയായി. ഇത് വറുത്ത് വെച്ചിരിക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. കറി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചൊക്കെ വെന്ത സമയമാകുമ്പോൾ ഞാൻ ഇതിനെ അരച്ചിട്ട് അതിൽ ചേർക്കും. അപ്പോൾ അത് ഞാൻ ഈ മീനെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ മുട്ട അവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെയിലി ഞാൻ ഒരു മുട്ട വെച്ച് കഴിക്കും. മുട്ടിൻ്റെ പെയിനൊക്കെയാണ്, ജോയിൻ്റ് പെയിനുള്ളതുകൊണ്ട് ഡെയിലി ഒരു മുട്ട കഴിക്കും. പിന്നെ എൻ്റെ മോനെ വാക്കിംഗ് കൊണ്ട് വേണ്ടി കേട്ടിട്ടിരിക്കുകയാണ്. റേമ്പോ ഒരു കാര്യം കാണിച്ചു കേട്ടോ. എന്നെ കാണാൻ വന്ന കുറച്ച് ആൾക്കാരെ. മക്കളെല്ലാം എവിടെ? മുട്ട ഈടമ്മ മണിമ എവിടെ എവിടെ ചെന്തരി അത്ര കറി റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരിക്ക് വേണ്ടി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. മീൻ പൊരിച്ചതിന് ശേഷം മാത്രം ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്രയും അടുപ്പുണ്ടെങ്കിലും ഈ ഒരു അടുപ്പ് മാത്രമേ നല്ല കത്തുള്ളൂ. ഇത് രണ്ടും കേട് വന്നിരിക്കുന്നു. അത് ശരിയാക്കി കൊടുക്കണം. ആകെ ഞായറാഴ്ച മാത്രം ലീവ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസം തന്നെ എല്ലായിടത്തും പോകാൻ കുറച്ച് മടി വരും. കാരണം ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ. അത് വീട്ടിൽ കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് മൊത്തം കളത്തി കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ്. ഇനി ഇത് പൊരിച്ച് തീർന്ന ശേഷം ഉപ്പേരി വെച്ച ശേഷം വേണം എനിക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, കുളിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇത് ഉപ്പേരി ഇവിടെ റെഡിയായി. എല്ലാ അടക്കള കഴിഞ്ഞു. പിന്നെ എനിക്ക് കഴിക്കാൻ ഓട്സാണ് ഞാൻ എപ്പോഴും കഴിക്കുക. വല്ലപ്പോഴൊക്കെ പുട്ട്, ദോശ, ഇഡ്ഡലി ഉണ്ടാകും. മാക്സിമം ഞാൻ തടി കുറയ്ക്കുന്ന കാരണം ഓട്സ് ആട്ടോ രാവിലെ കഴിക്കാം. ഇനി ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ രാവിലെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കഴിക്കുക പഴയ കഞ്ഞി, തൈര്, ഉള്ളി, പച്ചമുളക്, അച്ചാറെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ എപ്പോഴും കഴിക്കാം. അത് ഭയങ്കര ഹെൽത്തി തരും. പക്ഷെ എനിക്കത് കഴിച്ചു കഴിഞ്ഞാൽ മുന്നൊക്കെ നല്ല കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. പിന്നെ ഞാനത് കഴിക്കാറില്ല. ഞാൻ ഓട്സിനെ കഴിക്കാം. ഇനിയിപ്പോൾ ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ. അടുക്കള ജോലി എല്ലാം തീർന്നതും ഞാൻ ഡ്രസ്സ് അയൺ ചെയ്തെടുത്തിട്ടാണ്. ഇന്ന് പച്ച കളർ ഡ്രസ്സാണ് എടുക്കുന്നത് വെച്ചത്. ഇതെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ്. ഇതെങ്ങനെ ആയാലും വാങ്ങിയിട്ടൊരു 3 വർഷമെങ്കിലും ഇരിക്കും. അതേപോലെ തന്നെ ഇരിക്കുന്നത്. എല്ലാം ഞാൻ കൈ കൊണ്ട് തന്നെ കഴുകണ കാരണം ഇപ്പം എല്ലാം അതേപോലെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ അയൺ ചെയ്യും കേട്ടോ. കാരണം മൂപ്പര് എൻ്റെ മക്കളെ കൊണ്ട് വാക്കിങ് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അവിടെ എല്ലാം അയൺ ചെയ്ത് എല്ലാം റെഡി ചെയ്ത് വെച്ചിരിക്കും. പിന്നെ പോകാൻ സമയമാവുമല്ലോ.